മത്തി. അപ്പോൾ നമ്മൾ പൈപ്പിലെ വെള്ളം അതാ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് എന്നും പറയും പോലെ സൺഡേ മോർണിംഗ് നമ്മൾ വന്നിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മീൻ മേടിച്ചു കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. ആ മീൻ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് വീട്ടിൽ നിന്ന് പൂര ചീത്ത തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ചോദിച്ചാൽ കൊച്ചുവിനെയും കൊണ്ട് അവിടെ ഒരു പരിപാടി നടക്കണില്ല. അതിൻ്റെ ഇടയിൽ കൂടെ എന്തിന് മീൻ മേടിച്ചു എന്നാണ് ചോദിച്ചത്. ആഗ്രഹം കൊണ്ട് മീൻ മേടിച്ചതാണ്. അപ്പോൾ ഇനി വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് തന്നെ നമ്മൾ നേരെയാക്കാൻ പോവാണ്. നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ കടയിൽ നിന്ന് ഒരു പാത്രമൊക്കെ സെറ്റാക്കി ഇവിടെ നിന്ന് നേരെയാക്കി ക്ലീൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മല്ലിയും മുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കിയും കൊണ്ട് ചുമ്മുന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ നേരെയാക്കാൻ പോവാണ്. ഇല്ലോ ഓക്കെ. പാത്രത്തിലേക്ക് നമ്മൾ ഉള്ളത് പറയാം. കുറച്ച് പൊട്ടിയതുണ്ട്, നമുക്ക് ബെല്ലയ്ക്ക് എടുക്കാനാണ്. അപ്പോൾ മത്തിയും നെത്തലുണ്ട്, നല്ല മത്തിയുണ്ട്. മത്തി നല്ല വിലയാണെന്ന് പറഞ്ഞിട്ട് ചുളുവി കിട്ടി. അയിലും വില കൂടുതലാണെന്ന് പറഞ്ഞില്ല, പൊട്ടിയതുകൊണ്ട് ആദ്യം ചുളുവി കിട്ടി. ചുളുവിൻ്റെ ആളായതുകൊണ്ട് എല്ലാ സാധനവും കൂടി ചുളുവിൽ. ഇത് ഏകദേശം എത്ര രൂപയ്ക്ക് കിട്ടും ചേട്ടായിമാരെ പറഞ്ഞോ? അയ്യോ ചൂടി. അപ്പോൾ ഏകദേശം ഇതൊരു നമ്മളൊരു 150ക്ക് മേടിച്ചാണ് നമ്മുടെ ആളുടെ നിന്ന്. അപ്പോൾ ഇതൊക്കെ നേരെയാക്കാനുള്ള പരിപാടിയിൽ പോവാണ്. അപ്പോൾ നമ്മൾ പൈപ്പിലെ വെള്ളം അതാ പൊന്നും കുരിശ് മാതാ. പൈപ്പിൽ വെള്ളമില്ല, പറ്റിച്ചോ. പൈപ്പിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തത് പോയി. പൈപ്പിൽ വെള്ളമില്ല. ഇവൻ തല്ലാൻ വരുന്നു. നമ്മുടെ ചെറുതിൻ്റെ നിന്ന് വെള്ളം 2 പാത്രം എടുത്തിട്ടുണ്ട്. അവൻ പറയണം അയ്യോ വെള്ളമില്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വെള്ളം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. ആട്ടിക്കുട്ടി തിന്നോ നോക്കിയാണ്. തിന്നോ. അയ്യോ അത് കണ്ടത് പേടിച്ചു. വേണ്ട. ഇപ്പം നമ്മൾ നേരെയാക്കാൻ പോവാണ്. ഇതാ നമ്മുടെ മത്തി നെത്തില് വേസ്റ്റ് അങ്ങനെ മാറ്റിയിടാൻ പോവാണ് കേട്ടോ. ഈശ്വര, അതൊക്കെ നേരെയാക്കുമ്പോഴേക്കും ഇപ്പോൾ ആരെങ്കിലും സാധനം മേടിക്കാൻ വന്നാൽ അതിലേറെ പണിയാവും. എല്ലാം കൂടി നടക്കണ്ടേ, വേറെ വഴിയൊന്നുമില്ല. ചെറുതേ ആടാ. പിള്ളേരൊക്കെ ചിരിച്ചിട്ട് വേണം എന്താ ഈ ഏട്ടായി കാട്ടിനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു മത്തി നേരെയാക്കട്ടെ നമുക്ക്. മത്തി കുറേ ആയിട്ടോ. മത്തിച്ചേട്ടാ പണ്ട് മീൻ കച്ചവടം ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താണെന്നറിയോ? മീൻ നിരയാക്കാൻ അറിയുമല്ലോ. ഇല്ല പറഞ്ഞാൽ മീൻ നിരയാക്കാൻ അറിയില്ലല്ലോ. മത്തി ഏകദേശം നല്ല റേറ്റ് വരുന്നുണ്ട് ചേട്ടായിമാരെ. എന്താ വെച്ചാൽ മത്തി ഏകദേശം ഒരു 10-300 ചില്ലറ രൂപ വില വരുന്നുണ്ട്. പാത്രത്തിൽ നമ്മൾ വേസ്റ്റ് ഇടാം, അല്ലെങ്കിൽ മൊത്തം കുറവ്. മത്തി ഇതെങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് നോക്കിയാൽ എന്ത് ചന്തോണം നോക്കിയാൽ. ഈ മത്തി നേരെയാക്കുമ്പോൾ വേറെ പ്രത്യേകത പറഞ്ഞ ചേട്ടായിമാരെ, ഈ കണ്ണും തലയോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മളെപ്പോഴും നേരെയാക്കി. ഇതേപോലെ നേരെയാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തല കളയരുത്. തലയിൽ നല്ല ഗുണമുള്ള സാധനമാണ്. തലയിൽ നല്ല വറുത്ത് മുരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കണ്ണൊക്കെ ആയിട്ടൊന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നേരെയാക്കുന്നത്. അയ്യോ അങ്ങനെ വേണ്ട. അപ്പോൾ അതിന് ഇട്ടു. അടുത്ത നെക്സ്റ്റ് മത്തി അരണക്കാളി പോലെ ഉണ്ട് സംഭവം. അടിപൊളി, നല്ല അടിപൊളി വറുത്ത് നല്ല തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ല വെള്ളച്ചോറൊക്കെ ഇട്ടിട്ട് സംഭവം സെറ്റ് ചെയ്തല്ല അടിപൊളിയായിരിക്കും മക്കളെ. ഒന്നും പറയാനില്ല. പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം വരുന്നു. അപ്പോൾ നമ്മൾ മത്തിക്കൊട്ടനെ നേരെയാക്കി വെച്ചിട്ടേ, ഇതിപ്പോൾ മുട്ടിയും കാര്യങ്ങളും കൂടി കുറച്ച് സ്പീഡ് കിട്ടും കേട്ടോ. എന്താ പറയുക, നമ്മൾ മുട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മത്തിക്കൊട്ടലിൽ മുട്ടയുണ്ട്. മുട്ട കണ്ടോ? ഇതാണ്ട മുട്ട. ഇതാണ് പഞ്ഞിൽ വരണതിന് മുട്ടയാണ്. അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. സംഭവം നോക്കിയാൽ മത്തിക്കൊട്ടൻ അങ്ങനെയായി. നെക്സ്റ്റ് ഒരു അയില എടുത്ത് നോക്കാം. അയ്യോ അയില ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്. അയില വന്നിട്ട് പൊട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബെല്ലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അയില മേടിച്ചിട്ടാ. ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഫിനിഷിങ് ആയിട്ടോ. പിടയ്ക്കണ മത്തി പറയുന്നത്. ഇത് പിടയ്ക്കണ മത്തിയല്ല, ഇത് ഐസ് കിട്ട നല്ല കുഴപ്പമില്ല കേട്ടോ, നല്ലതാ. ഇങ്ങനെയാണ് മീൻ ഫ്രഷ് മീനാണെന്ന് നോക്കുന്നതിൻ്റെ പ്രത്യേകത. ഈ ചെതമ്പലിൻ്റെ അവിടെ ചുവപ്പ് കളർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാം. അല്ലാത്ത വശം പഴയ മീനാണെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആരും മത്തി മേടിക്കുകയാണെങ്കിലും മത്തി പഴയതാണോ പുതിയതാണോ തിരിച്ചറിയാൻ ഈ സാധനം ഇങ്ങനെ
മത്തി പൊട്ടിക്കോട്ടെ കുഴപ്പമില്ല, ചിലപ്പോൾ പൊട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഐസ് ഇട്ടതുകൊണ്ട്, ഐസ് നേരെ ഇടാത്തതുകൊണ്ട് മീൻ പൊട്ടും. മീൻ പൊട്ടിയതുകൊണ്ട് മീൻ മോശം ആണെന്ന് പറയാൻ പാടില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യാന്നറിയോ, ഈ ചതമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ഫ്രഷ് മീനാണ്, റെഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളില്ലാത്ത മീനാണെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് സമയം കളയാതെ നേരെ ആക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടെ എന്തോ വിൽക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അവിടെയാണ്. നമ്മുടെ ക്യാമറാമാൻ്റെ അടക്കം ശ്രദ്ധ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് നേരെ ആക്കട്ടെ. അപ്പോൾ നമുക്കത് ആദ്യം കിട്ടോ, അവരെന്തോ മസാജ് ചെയ്യുന്ന സാധനമാണ് നോക്കട്ടെ. ആടാ കയ്യിലൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ സാധനം എന്നറിയില്ല. സെക്യൂറാണോ വേണ്ടാണ്, സെക്യൂറാണോ മീൻ നേരെ ആക്കണതിൻ്റെ പണി കിട്ടി. കാര്യം ചോദിച്ചാൽ നമ്മുടെ പിള്ളേർ സെറ്റ് തക്കാളി മേടിക്കാൻ വന്നിട്ടുണ്ട്. തക്കാളി മേടിക്കാൻ വന്നവന്മാരാണ്. നോക്കുമ്പോൾ ഇതിപ്പോൾ രണ്ടും കേട്ട ലെവലായി. നോക്കിയേ എടെങ്കിൽ രണ്ടും കേട്ട ലെവലായി. എൻ്റെ കയ്യിൽ മീനുമായി അവർക്ക് തക്കാളി കൊടുക്കും വേണം. അപ്പോൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ വഴിയില്ല, പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പരിചയമില്ലാത്തവരാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താവും, ഉള്ള കച്ചവടവും പോയി, മീനെ എങ്ങോട്ട് പോവാം. അതിൻ്റെ ഇടയിൽ വേറെ നല്ല സാധനം വെക്കാൻ വന്നിരിക്കുന്നു. കയ്യിലും കാലിലൊക്കെ വിട്ടണവർ. അതെന്താ സംഭവം പറഞ്ഞത്, ഈ ഷുഗറല്ല, പ്രഷറുള്ളവർക്ക് എന്തോ കയ്യിലും കാലിലൊക്കെ ഇട്ട് ഉരുട്ടാനുള്ള സാധനം എന്നാണ് പറഞ്ഞത്. എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ മീൻ നേരെയൊക്കെ കണ്ടിട്ട് അത് നായായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉരയ്ക്ക് തന്നെ വേണ്ടതെന്ന് പറഞ്ഞാണേ. അതെന്നാ പോകണം. 28,000 പോയി. ഞാൻ കൊടുത്തുണ്ട്, നിങ്ങൾ പറഞ്ഞ പൈസ കൊടുത്തു. അത് കൊടുക്കാണ്ട് അവർ ചെറിയ ബബിളായതുകൊണ്ട് പറ്റില്ല പറഞ്ഞ, വീണത് കൊണ്ടേ. ഏകദേശം നേരെയാക്കി കഴിഞ്ഞ പോലെ ഉണ്ട്. ഇല്ലാതെ ഇനിയും കുറച്ചും കൂടി ഉണ്ട്. എന്താ രസം എന്നറിയാം, വെള്ളമില്ല പൈപ്പിൽ. വെള്ളമില്ലാത്ത അവിടെ പണിയും കെട്ടി. ഞാൻ ചക്കൻ തല്ലാൻ വരുന്നതാണ് അവൻ്റെ വെള്ളം കൊടുത്താൽ. കവറിലാക്കട്ടെ. മുറിക്കണ കാര്യമൊക്കെ വീട്ടിൽ പോയിട്ട് ആലോചിക്കാം. ഇപ്പം തൽക്കാലം ഒപ്പിച്ചതാണ്. മഴ വരുന്നുണ്ട്, നല്ല കാറുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതങ്ങോട്ട് കെട്ടിയിട്ട് ഇതിവിടെ നമ്മുടെ കല്ലിൽ നിൽക്കട്ടെ. അപ്പോൾ ഈ വേസ്റ്റും വെള്ളവും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ പറമ്പിക്ക് തെങ്ങും ചോട്ടിക്ക് ഒഴിച്ചു കളയാം. വേറെ വഴിയില്ല. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ മീൻ നമ്മുടെ ചുളുവിൽ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി ഉപ്പും മുളകും തിരുമ്പിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ മീൻകുട്ടന്മാരെ നമ്മൾ അവിടെ നിന്ന് നേരേക്ക് ക്ലിയർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങനെ അഴിച്ചിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് നമ്മൾ തട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരനെ നമ്മൾ അവിടെ നിന്ന് കഴുകിയത് പോരാ, ഒഴിച്ചേ നല്ല സെറ്റായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. അപ്പം നമ്മുടെ മീൻകുട്ടന്മാർ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേരുവകളിടാം. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ റെഡി ആയിട്ട് എന്നാ വെച്ച് നമുക്ക് ഉമ്മാർക്കൊക്കെ വരയിട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. ഓരോ ആൾക്കാരെ എടുത്തിട്ട് നല്ല മുളകൊക്കെ പിടിക്കണ്ടേ, ഇതെടുത്തിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കാൻ പോകണേ. അപ്പോൾ ഇത് മത്തിക്കൊട്ടനാണ്. മത്തിക്കൊട്ടൻ്റെ വരഞ്ഞിരിക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകണേ. മീനിൻ്റെ വിഷാംശങ്ങൾ, കടൽ മീനിൻ്റെ വിഷാംശങ്ങളൊക്കെ പോകാൻ മഞ്ഞപ്പൊടി ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മളിതാ ഇപ്പോൾ ഉള്ള മുളക് എടുത്തിട്ട് നമ്മളിത് വറക്കുമ്പോൾ അതിലിട്ട് നമ്മൾ ഇടും. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു തുളയിട്ട് കൊടുത്തിട്ട് തുളയിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ സ്പെഷ്യൽ മുളകാണ്, അപ്പോൾ അതിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിട്ട് കൊടുക്കാൻ പോകണം. കുറച്ച് മുളക് പൊടി ഇടാൻ പോകണേ. ഇനി കുറച്ച് നമ്മൾ കൂടുതൽ നമ്മൾ പെപ്പർ ഇടുന്നത് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകണം. നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല മണത്തിനാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇടാൻ പോകണം. ഇട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണേ. എന്താ മണം, അടിപൊളി മണമാണ് സംഭവം. നല്ല മണത്തിൽ ഇവന്മാരുടെ ഇതിൽ മസാലയൊക്കെ തേച്ച് കൊടുക്കണ്ടേ. ഈ മസാലയൊക്കെ തേച്ച്
നന്നായിട്ട് നല്ല മസാലയൊക്കെ നമ്മൾ തിരട്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കിട്ടാം, നല്ല സെറ്റായിട്ട് മണമുണ്ട്. ഇവന്മാരിനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നറിയോ? അടിപൊളി മാസമായിരിക്കും, നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരിനെ നമ്മൾ നല്ല സെറ്റായി മസാലയൊക്കെ കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉമ്മാരിനെ നമ്മൾ എണ്ണയിലോട്ട് ഇടാൻ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെടാ. അയ്യടാ, മീൻകുട്ടന്മാരായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. നമ്മുടെ മീൻകുട്ടന്മാരെ നമ്മൾ വറക്കാൻ പോവാണ്. ഇപ്പം തൽക്കാലം നമ്മൾ എല്ലാം ഓരോ പീസ് വറക്കാൻ പോകണമെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്, രാവിലെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഓരോരോ പീസ് നമ്മൾ വറക്കാൻ പോകണം. ആദ്യം മത്തിക്കൊട്ടനെ നമ്മൾ എടുത്തു. മത്തിക്കൊട്ടനെ എങ്ങനെ എണ്ണയിലിടാൻ പോകണേ. മത്തിക്കൊട്ടെടുത്തു. പിന്നെ നമ്മൾ അയിലക്കൊട്ടനെ ഇടാൻ പോകണേ. അയിലക്കൊട്ടനെ ഇട്ടു. ഒരു മുളക് ഇട്ടു. ഇനി ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു മത്തിക്കൊട്ടനെ കൂടി ഇട്ടു. നമ്മുടെ കൊഴുവക്കുട്ടികൾ തന്നെ, ഇത് കൊഴുവക്കുട്ടികൾ ഞാൻ പോണ്ട. എന്തായാലും ഇപ്പോഴത്തെ ആവശ്യത്തിന് നടക്കട്ടെ നമ്മൾ എന്ന് പറഞ്ഞത്. ഇല്ല, ചേട്ടായിമാരെ നമ്മൾ അയ്യോ രാവിലെ കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്, വയറൊക്കെ കാഞ്ഞിട്ട് വയ്യ. അപ്പോൾ അവിടെ വേറൊരാളിനെ കിട്ടിയിട്ട് ഇവൻ എന്ത് കൊച്ചിന് വേണോ, കൊച്ചു കഴിക്കാറൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കണം. അപ്പോൾ നമ്മൾ നല്ല വിശപ്പായതുകൊണ്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചെറിയ ഗ്രേവി കറി കുറച്ച് എടുത്തിട്ട് സോയാബീൻസ് ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ, ഇന്നത്തെ ഒന്നുമല്ല, ഇന്നലത്തെ ബാക്കി ആ കറി കിട്ടി. നമുക്ക് അവനൊഴിച്ച് കൊടുക്കട്ടെ, അവൻ കഴിക്കില്ലെങ്കിലും വേണം പറയും. അപ്പോൾ അത് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുപയർ കറിയുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഈ മുള്ളങ്കി വെറുതെ ഉപ്പിട്ടിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ ഇച്ചിരി വേവിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട, അത് മാത്രം ആ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ ഇത് നമ്മളും കുറച്ച് എടുക്കാൻ പോവാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ നമ്മുടെ മീൻകുട്ടന്മാരിനെ വറുത്ത് നമ്മൾ സെറ്റാക്കിയിട്ട് മുളക് എല്ലാം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അയിലുണ്ട്, മത്തിയുണ്ട്, നെത്തലുണ്ട്. നെത്തലൊക്കെ അയ്യോ ഒരുപാട് മൊരിഞ്ഞു ഇതാണ്ടോ, മൊരിഞ്ഞു. പിന്നെ ഉഴുന്നവട കിട്ടിയാണ്, ഉഴുന്നവട അച്ഛൻ കൊണ്ടുവന്നാണ്. അപ്പോൾ നമ്മൾ അതും കൂടി കഴിക്കാൻ പോകണം. അപ്പോൾ ഇതും വെച്ചു. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും കഴിക്കാൻ പോകണം. ആദ്യം നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് നോക്കാം. ആദ്യം നെത്തൽ പറ്റേ കൊച്ചു, ഞാൻ കഴിക്കട്ടെ. അയ്യോ നന്നായി മരിഞ്ഞു. അവൻ്റെ മുഖത്ത് നോക്കും, നീ കഴിക്കാറായിട്ടാ, കഴിക്കാറാകുമ്പോൾ തരട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, മൊരിഞ്ഞു കൂടി. ഇച്ചിരിയും കൂടി മൊരിവ് കമ്മിയാണ് പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. അത് പോയി. നമ്മുടെ മത്തി എവിടെ, മത്തിൻ്റെ തല ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണും തലയും കൂടിയിട്ട് നമ്മൾ നേരെയാക്കണം പറഞ്ഞില്ലേ, വൃത്തിയായിട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ. അതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ ഈ തലയൊക്കെ നല്ല മത്തിൻ്റെ മാത്രം ഉണ്ടോ, വേറെ മീനല്ല. അതാ കൊച്ചു നോക്കണം. മത്തി നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ചോദിച്ചാൽ മത്തി കഴിച്ചിട്ട് കുറേ ആയി, റേറ്റ് കൂടുതലെന്ന് പറഞ്ഞിട്ട് ആരും മേടിക്കാറില്ല. മീൻ കഴിച്ചിട്ട് കുറേ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് വേണം. മത്തേ അവന് കൊടുക്കാം, കഴിച്ചു നോക്കുന്ന. ഇതിന് മുള്ളില്ല, കടിച്ചോ എടാ, കഴിച്ചു നോക്ക് എടാ, അതിന് മുള്ളൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിൽ കഴിച്ചു നോക്ക്. കഴിക്കടപ്പാ. അവൻ എപ്പോഴൊരിക്കൽ മുള്ളടച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ കഴിച്ചു നോക്ക്. മുള്ളില്ല അതില്, എടാ മുള്ളില്ലാന്ന്. സിനിമയ്ക്ക് കൊണ്ടുപോകില്ല, ക്യാൻസൽ. അപ്പം കൂടുതൽ നിൽക്കുന്നില്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയത് നല്ല വിശപ്പായതുകൊണ്ടേ. എൻ്റെ അടി ആവോ മേജപ്പം എന്താ ഇനി ഒന്ന് എൻ്റെ വയറൊക്കെ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ പാടി മുത്തേ അതിൽ മുള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് കഴിക്കാം. അപ്പം നീ കഴിക്കില്ലേ?
കഴിക്കില്ലടാ. ഇവൻ വെറും കുസ്തിക്ക് നിൽക്കണം, അവന് മീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് കേസ് കിട്ട്. എടാ മീൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാടാ? ഇനി അവനൊരു സാധനം മേടിച്ചു കൊടുക്കില്ല കേട്ടോ. വേണ്ട കഴിഞ്ഞു. എന്നിട്ട് മീൻ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അപ്പം കഴിക്കാന്ന് കണ്ടാൽ മേടിച്ചത്. ഇപ്പോൾ നോക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ മനുക്കനെ സൈലൻ്റായിട്ടിരിക്കും, മുള്ളു കുത്തുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവനൊരു സാധനം മേടിച്ചു കൊടുക്കില്ല. പരിപാടി നിർത്തി ഇന്നത്തോടെ എല്ലാ പരിപാടി നിർത്തി. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് അയിലും കൂടി ടേസ്റ്റ് ആവട്ടെ. അയില് ടേസ്റ്റ് നോക്കില്ല. മീനത് മോശം പറയാനില്ല. മോശം പറഞ്ഞാൽ ശരി മൊരിഞ്ഞു കൂടി, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. എല്ലാം പറഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. അപ്പം ഇനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത പരിപാടിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ബൈ പറയാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനുമില്ല. കഴിക്കൂല, ഒന്നും ചെയ്യില്ല.